പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ഇക്കാര്യം ആവശ്യപ്പെട്ട് AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. നാളെ ചേരുന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിൽ വിഷയം ചർച്ചയാകും. അതേസമയം അതിർത്തികളിൽ പാകിസ്ഥാന്റെ പ്രകോപനം തുടരുകയാണ്. ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാനെ തെമ്മാടി രാഷ്ട്രമെന്ന് ഇന്ത്യ രൂക്ഷമായി വിമർശിച്ചു. ബൽറാം നെടുങ്ങാടി ബാരാമുള്ളയിൽ നിന്നും തത്സമയം ചേരുകയാണ്. അതുപോലെ ആഷ്മി താജ് ഇബ്രാഹിം കൂടി ചേരും. പ്രത്യേകിച്ച് പാക് സൈനിക മേധാവി ഒളിവിലേതോ ബങ്കറിൽ ഇരിക്കുകയാണ് എന്ന അഭ്യൂഹം പരക്കുന്നതിനിടെ അതുപോലെ ഡൽഹിയിൽ നിന്ന് പാകിസ്ഥാൻ്റെ പ്രകോപനത്തെക്കുറിച്ച് സംസാരിക്കാൻ വിനീത വിജി കൂടി ചേരും. അതുപോലെ മലയാളി ശ്രീജിത്ത് NIAക്ക് മൊഴി നൽകിയെന്ന വാർത്ത പ്രചരിക്കുമ്പോൾ അതിൻ്റെ വിശദാംശങ്ങളുമായി ശ്രീനാഥ് ചന്ദ്രനും ചേരും. ആദ്യം ബൽറാമിലേക്ക്. ബൽറാം, യഥാർത്ഥത്തിൽ കോൺഗ്രസ് ആവശ്യപ്പെടുന്ന പോലെ ഇത്തരമൊരു സമ്മേളനം വിളിക്കാൻ പ്രധാനമന്ത്രിയും അതുപോലെ കേന്ദ്രമന്ത്രിസഭയും തീരുമാനിക്കുമോ? നാളെ ചേരുന്ന കേന്ദ്രമന്ത്രിസഭാ യോഗമായിരിക്കും ഇക്കാര്യത്തിൽ ഏറെ നിർണായകമാവുക. അതേസമയം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ഒരു രാഷ്ട്രീയ നീക്കം കൂടിയാണ്. കോൺഗ്രസിന്റെ രണ്ട് സഭകളിലെയും പ്രതിപക്ഷ നേതാക്കളാണ് ഈ ഉടൻ തന്നെ ഈ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലുള്ള സാഹചര്യം, ഈ ഒരു സാഹചര്യത്തിൽ പാർലമെന്റിന്റെ സമ്മേളനം അടിയന്തരമായി വിളിച്ചു ചേർക്കണം എന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. ഈ വിഷയം സജീവമായ ചർച്ചയായി ഉയർത്തിക്കൊണ്ടുവരിക എന്ന് തന്നെയാണ് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത്. നേരത്തെ തന്നെ കോൺഗ്രസ് നേതാക്കൾ ഇതിൽ സുരക്ഷാ വീഴ്ചയുണ്ടായി എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തിക്കാണിച്ചിരുന്നു. അതേസമയം ഈ ഒരു സാഹചര്യത്തെ എങ്ങനെ നേരിടണം, സമ്മേളനം വിളിക്കേണ്ടതുണ്ടോ, പ്രത്യേകിച്ച് വലിയ ജാഗ്രതയിൽ തന്നെ അതിർത്തികളിൽ തുടരുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇത്തരം ഒരു സമ്മേളനം വിളിക്കേണ്ടതുണ്ടോ എന്ന കാര്യം കേന്ദ്ര സർക്കാർ ആയിരിക്കും അന്തിമമായ തീരുമാനം എടുക്കുക. നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗം ഇക്കാര്യത്തിൽ ഏറെ നിർണായകമാകും. നേരത്തെ ജമ്മു കശ്മീർ നിയമസഭയുടെ പ്രത്യേക സമ്മേളനം ഇന്നലെ ചേർന്നിരുന്നു ജമ്മുവിൽ വെച്ച്. അത് ഈ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് അത്തരത്തിൽ ഒരു യോഗം ചേരുകയും ഈ ഭീകരാക്രമണത്തെ അതിശക്തമായ ഭാഷയിൽ അപലപിക്കുകയും തുടർന്നുള്ള തുടർ നടപടികൾ അടക്കമുള്ള വിഷയങ്ങൾ സംബന്ധിച്ച് വിശദമായി തന്നെ ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. സമാനമായി പാർലമെന്റും വിളിച്ചു ചേർത്ത് ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യണമെന്ന ആവശ്യമാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ സർക്കാരിന്റെ തീരുമാനം അല്പസമയത്തിനകം തന്നെ അല്ലെങ്കിൽ നാളത്തെ മന്ത്രിസഭാ യോഗത്തിന് ശേഷമായിരിക്കും ഉണ്ടാകുക. SKN.